ഹലോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹാപ്പി ന്യൂ ഇയർ. കനകക്കുന്ന് ഇപ്പോൾ ലൈറ്റിൻ്റെ മേളമല്ലേ, ഞങ്ങൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഭാഗ്യത്തിന് തൊട്ടടുത്ത് പാർക്കിംഗ് കിട്ടിയോണ്ട് അധികം നടക്കേണ്ടി വന്നില്ല, പെട്ടെന്ന് വരാൻ പറ്റി. അപ്പൂൻ്റെ കൈ ഇറുക്കി പിടിച്ച് വെച്ചേക്കാൻ ഞാൻ വിട്ടാൽ പോയി, അത്രയ്ക്ക് തിരക്കായിരുന്നു അവിടെ ചെന്നപ്പോഴാണ് ഒരു പണി കിട്ടിയെന്ന് മനസ്സിലായി. അവിടെ ജി പേ അന്നേരം എടുക്കത്തില്ല, ക്യാഷേ എടുക്കത്തുള്ളൂ എന്ന്. ഞങ്ങളുടെ കയ്യിലാണ് ക്യാഷും ഇല്ല, ജി പേ ആയിരിക്കും കരുതി. പിന്നെ അടുത്തുള്ളൊരു ചേട്ടൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ച് ടിക്കറ്റും വാങ്ങി ആ ചേട്ടൻ ജി പേ ചെയ്ത് കൊടുത്തിട്ടാണ് ഞങ്ങൾ ടിക്കറ്റും കൊണ്ട് കയറി കഴിഞ്ഞപ്പോൾ ഒരു സൈഡ് വലിവ് നോക്കിയപ്പോൾ അപ്പൂന് ഐസ്ക്രീം വേണമെന്ന്. ഇത്രയും ലൈറ്റ് അവിടെ തൂങ്ങി കിടക്കുന്ന കണ്ടിട്ട് അവൻ്റെ കണ്ണ് ഐസ്ക്രീം കടയിലോട്ടാണ് പോയത്. പിന്നെ അവിടെ നിന്ന് അവനെ പൊക്കി എടുത്തുകൊണ്ട് ഞങ്ങൾ അകത്തോട്ട് പോയി. ഈ ലൈറ്റ് കണ്ടപ്പോൾ ഞാൻ അവതാർ സിനിമ ഓർത്തു. അതിലില്ലേ നൈറ്റ് ഇതുപോലെ. പിന്നെ മുന്നോട്ട് പോകുന്നതും പല ഡിസൈനിലുള്ള ലൈറ്റായിരുന്നു അവിടെ കണ്ടത്. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഫോൺ ഓഫ് ചെയ്ത് ഫുൾ ലൈറ്റും അവിടെ നിന്ന് കാണുമായിരുന്നു. എനിക്ക് ലൈറ്റൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഏറ്റവും സ്പെഷ്യലായിട്ട് തോന്നിയത് ഈ ഒരു ഏരിയയിൽ എത്തിയപ്പോഴാണ്. ഇവിടെ വന്നപ്പോൾ വേറെ എവിടെയോ നമ്മൾ എത്തിയ പോലെ എനിക്ക് തോന്നി. ഇത് കണ്ടപ്പോൾ എനിക്ക് വർണ്ണപ്പകട്ട് സിനിമയിലൊരു പാട്ടാണ് ഓർമ്മ വന്നേ. മനസ്സിലായോ? ഇതിന് നല്ല നീളമുണ്ട് കേട്ടോ. ഇത് ഇവിടെ തുടങ്ങിയിട്ട് തീരുന്ന അങ്ങ് ദൂരെയാണ്. അയ്യോ, പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ഇഷ്ടം ലൈക്കിലൂടെയും കമൻറ്റിലൂടെയും എൻ്റെ അടുത്ത് അറിയിക്കണം കേട്ടോ. ഇവിടെ വരുമ്പോൾ ക്യാഷ് കൈ കരുതിയേക്കണേ. ഒരുപാട് പേര് അവിടെ ബുദ്ധിമുട്ടുന്ന കണ്ടായിരുന്നു ക്യാഷ് കൊടുക്കാൻ പറ്റാഞ്ഞിട്ട്. അവിടെ ലൈറ്റ് മാത്രമല്ല, പൂക്കളും ചെറിയ ചെടികളും ഒക്കെ അവർ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇത്രേ എടുത്തുള്ളൂ. വേറെ പടിയൊക്കെ കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ ഇഷ്ടംപോലെ ചെടികളും പൂക്കളും ഒക്കെ അവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കയറാൻ കാത്തു നിൽക്കുന്നവരതാ ദൂരെ കാണുന്നത്. റോഡ് നിറഞ്ഞു. നമ്മൾ താഴെ നിന്നപ്പോൾ കണ്ടില്ലേ 2026 എഴുതിയിലായിട്ട്, അതിതാ ഇവിടെ നിന്നാണ് നമ്മളത് കണ്ടേ. പോകുന്ന വഴിക്ക് ഒരു ഐഡിയ തോന്നി. ന്യൂ ഇയറൊക്കെ അല്ലേ, ഒരുമിച്ച് നടന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് പാട്ടൊക്കെ കയറ്റി ഇറക്കാം. പക്ഷെ ഒന്നും നടന്നില്ല. ഞാൻ ഇടത്തോട്ട് പിടിക്കുമ്പോൾ അവന് വലത്തോട്ട് പിടിക്കും. നിങ്ങളിപ്പോൾ കണ്ടത് 4ാമത്തെ വീഡിയോയാണ്. കുട്ടിക്ക് അഭിനയിക്കാൻ അറിയില്ല. അവസാനം കൊച്ചിനെ കൈ കൊടുത്ത് നടന്നോളാൻ പറഞ്ഞ് ഞാൻ വീണ്ടും ക്യാമറയ്ക്ക് പുറകിലെത്തി. ഇറങ്ങിയപ്പോൾ വന്നതിലും കൂടുതൽ ആൾക്കാർ ഇനിയും ഉണ്ട് കയറാൻ. യൂണിക്കോണിൻ്റെ ബലൂൺ കണ്ടപ്പോൾ ഒരു കൊതി വാങ്ങിക്കാൻ. ആ കൊതി അവസാനം തീർന്നത് കപ്പലണ്ടി വാങ്ങിച്ച. വരുന്ന വഴിക്ക് കപ്പലണ്ടി വറക്കുന്ന സൗണ്ട് കേട്ടപ്പോൾ അവിടെ നിന്ന് ഒരു 3 പാക്കറ്റ് കപ്പലണ്ടി വാങ്ങിച്ചു. വണ്ടി എടുത്ത് വീട്ടിലോട്ട്, അല്ല ഐസ്ക്രീം കടയിലോട്ട്. ഒരു അലാം ഇടയ്ക്കിടയ്ക്ക് അടിക്കുന്നുണ്ടായിരുന്നു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞുകൊണ്ട്. നേരെ ഐസ്ക്രീം കടയിലോട്ട് വിട്ടു. ഞാൻ പറഞ്ഞില്ലേ വന്ന വഴിക്ക് ഇത് വണ്ടി പാർക്ക് ചെയ്യാൻ സ്ഥലം കിട്ടിയെന്ന്. അത് കനകക്കുന്നിന് ഓപ്പോസിറ്റ് ജലഭവനിലെ ഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യം അന്നുണ്ടായിരുന്നു. 50 രൂപയായിരുന്നു പാർക്കിംഗ് ഫീ. അവിടെ പാർക്കിങ്ങിന് കിട്ടിയത് സൗകര്യമായി. അടുത്ത് തന്നെ പാർക്ക് ചെയ്യാൻ പറ്റി സമാധാനത്തോടെ. അവിടെ നേരെ പെന്നി ഷോപ്പിൽ കയറി എല്ലാവർക്കും ഒരു ഐസ്ക്രീം വാങ്ങിച്ച് തിരിച്ച് വീട്ടിലോട്ട് യാത്രയായി. ഇന്ന് 2-ാം തീയതിയായി. 4-ാം തീയതി വരെയുള്ള കേട്ടോ ഈ പരിപാടി. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്നവരൊക്കെ വേഗം തന്നെ റെഡി ആയിക്കോ. കാണാൻ ആഗ്രഹമുള്ളവരും ഇനിയും കാണാൻ ആഗ്രഹമുള്ളവരും എല്ലാവരും പോന്നോ കനകക്കുന്നിലേക്ക്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.